കൊച്ചി ബിനാലയിൽ പ്രദർശിപ്പിച്ച ചിത്രത്തെ ചൊല്ലി ഉയർന്ന വിവാദത്തിൽ വിശദീകരണവുമായി ചിത്രകാരൻ ടോം വട്ടക്കുഴി. വിശ്വാസത്തെ അധിക്ഷേപിക്കുന്ന ചിത്രമല്ലെന്നും തെറ്റിദ്ധാരണയാണ് വിവാദത്തിന് കാരണമെന്നും ചിത്രകാരൻ ടോം വട്ടക്കുഴി പറഞ്ഞു. ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തെ വികലമായി ചിത്രീകരിച്ചുവെന്നാരോപിച്ച് ക്രൈസ്തവ സംഘടനകളും സഭകളും പ്രതിഷേധിച്ചിരുന്നു. തെറ്റിദ്ധാരണയുടെ പ്രശ്നങ്ങളാണ്, അതായത് കാര്യങ്ങളെ കാണാൻ കഴിയാത്തതിന്റെ പ്രശ്നങ്ങളായിട്ടാണ് ഞാൻ പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ലാസ്റ്റപ്പുറമൊന്നും അല്ല, അത് മറ്റൊരു കോണ്ടെക്സ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ്. അപ്പൊ ഇത് എന്താണ് ഈ ചിത്രം പറയുന്നതെന്നും ഈ ചിത്രത്തിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്നും അതിന്റെ എസൻസ് എന്താണെന്നും ഒക്കെ അത് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു അന്വേഷിക്കുകയും ചോദിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ട് അല്ലേ ഉണ്ടാകണ്ടേ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇത് ആളുകളുടെ തെറ്റിദ്ധാരണ കൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യം. ഞാൻ അവരെയും കുറ്റം പറയുന്നില്ല, കാരണം അവർക്ക് ഈ പറയുന്ന കാര്യത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതാകാം. അപ്പൊ അത് മനസ്സിലാക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നത്. സജോ ദേവസ്യ നൽകും വിശദാംശങ്ങളുമായി. സജോ, ഈ ചിത്രത്തിലെ സന്ദേശവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സഭ സംഘടനകൾ ഉന്നയിക്കുന്ന ആരോപണം എന്താണ്? അതിലിപ്പോൾ ചിത്രകാരൻ ടോം വട്ടക്കുഴിയുടെ വിശദീകരണം എന്താണ്? റോഷ്നി, കൊച്ചി ബിനാലയുടെ ഇടം എന്ന പേരിലുള്ള പ്രദർശനത്തിന്റെ ഭാഗമായാണ് ഈ ചിത്രവും ഉൾപ്പെടുത്തിയത്. ഇതൊരു പുതിയ ചിത്രമല്ല, അത് 2016 തന്നെ ഒരു മാസികയിൽ പ്രസിദ്ധീകരിച്ചു വന്ന ചിത്രമാണ്. അന്ന് തന്നെ അതിനെക്കുറിച്ചുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ടോം വട്ടക്കുഴിയുടേതടക്കം വിവിധ ചിത്രകാരന്മാരുടെ നിരവധിയായ ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിലാണ് വിവിധ ക്രൈസ്തവ സംഘടനകൾ, സഭകളൊക്കെ വലിയ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് യേശുക്രിസ്തുവിന്റെ തിരുവത്താഴത്തെ വികലമായി അവതരിപ്പിക്കുന്നതാണ് ഈ ചിത്രം. അത് വളരെ ബോധപൂർവം ക്രൈസ്തവ വിശ്വാസങ്ങളെ അവഹേളിക്കുന്നതിനായി ബിനാലയുടെ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയതാണ്. അത് പിൻവലിക്കണം, ആ നടപടി പിൻവലിക്കണം. അത് ക്രൈസ്തവ വിശ്വാസങ്ങളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ളവയാണ്. ഈ അന്ത്യ അത്താഴം എന്ന പ്രശസ്തമായ പെയിന്റിങ് നമുക്ക് ഏവർക്കും അറിവുള്ളതാണ്. അങ്ങനെയുള്ള ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തെ ആസ്പദമാക്കിയുള്ള ആ ചിത്രത്തിനെ വികലമാക്കുന്ന രൂപത്തിലാണ് ഈ പെയിന്റിംഗ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നതാണ് ഈ ആരോപണം. അതിൽ സിറോ മലബാർ സഭയും ലത്തീൻ കത്തോലിക്ക അസോസിയേഷനും അടക്കം വിവിധ ക്രൈസ്തവ സംഘടനകളും സഭകളും അവരുടെ പ്രതിഷേധം അറിയിച്ചു. അതിലാണ് ടോം വട്ടക്കുഴി തന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. ഇത് ക്രൈസ്തവ വിശ്വാസത്തെ ഏതെങ്കിലും തരത്തിൽ അധിക്ഷേപിക്കുന്നതോ വ്രണപ്പെടുത്തുന്നതോ അല്ല. ക്രിസ്തുവിന്റെ മാനവിക ദർശനങ്ങളെ, മൂല്യങ്ങളെ വലിയ തോതിൽ ബഹുമാനിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആളാണ് താൻ. ഇതിന്റെ ഈ കലാസൃഷ്ടിയെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാതെ അത് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുന്നത്. അത് ഈ കലയെ മനസ്സിലാക്കേണ്ടതാണ്. അന്ത്യത്താഴം ഈ ചിത്രത്തിന്റെ പ്രമേയമല്ല, മറിച്ച് ഒരു നാടകത്തിന്റെ അതിലിന്റെ പ്രമേയം ആസ്പദമാക്കിയാണ് ഇത് രചിച്ചിരിക്കുന്നത്. അതിന് മാതാഹരി എന്ന കഥാപാത്രത്തിന്റെ ജീവിത പരിസരത്തെക്കുറിച്ച് നാടകത്തിലെ ആവിഷ്കരിച്ചിരിക്കുന്നു. അതാണ് ഇതിന് പ്രമേയമായിട്ടുള്ളത്. ഈ കലാസൃഷ്ടി എന്ന നിലയ്ക്ക് താൻ തള്ളിക്കളയുകയില്ല, പക്ഷേ ഇതിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു അധിക്ഷേപം യഥാർത്ഥത്തിൽ ഇല്ല എന്നതാണ്. കഴിഞ്ഞ ദിവസം ഈ ബിനാലയിൽ ചിത്ര പ്രദർശന വേദിയിൽ കോൺഗ്രസിന്റെ പ്രാദേശിക പ്രവർത്തകരും നേതാക്കളും ഒക്കെ എത്തി പ്രതിഷേധിക്കുകയും അതിനെ തുടർന്ന് താൽക്കാലികമായി അങ്ങോട്ടേക്കുള്ള പ്രവേശനം നിർത്തിവെക്കുകയും അടക്കം ചെയ്തിരുന്നു. വിവിധ സംഘടനകൾ പരാതിയടക്കം കലക്ടർക്കും മുഖ്യമന്ത്രിക്കും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും അടക്കം പരാതി നൽകുകയും അവർ പരസ്യമായി തന്നെ അവരുടെ വലിയ പ്രതിഷേധങ്ങൾ അറിയിക്കുകയും ചെയ്തു. ഉടൻ ഈ ചിത്രം പിൻവലിക്കണം എന്ന നിലയിൽ തന്നെ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. നേരത്തെ തന്നെ ഇതിനെ കേന്ദ്രീകരിച്ച് വലിയ ഭാഷാഭൂഷണിയിൽ പ്രസിദ്ധീകരിച്ച ഘട്ടത്തിൽ തന്നെ വലിയ വിവാദമായതാണ്. ആ ഘട്ടത്തിലും ഇത് കേന്ദ്രീകരിച്ച് വലിയ ചർച്ചകളും വിവാദങ്ങളും നടന്നതാണ്. അതിനുശേഷം ഈ ചിത്ര പ്രദർശനത്തിൽ ടോം വട്ടക്കുഴിയുടെ തന്നെ മറ്റ് ചിത്രങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ചിത്രം അതിന്റെ ഭാഗമായി പ്രദർശനത്തിലെത്തിയതിലാണ് വലിയ വിമർശനവും പ്രതിഷേധവും ഒക്കെ ഉയർന്നത്. അതിലാണ് തന്റെ നിലപാട് ഇപ്പോൾ ചിത്രകാരൻ കൂടിയായ ടോം വട്ടക്കുഴി വിശദീകരിക്കുന്നത്. ശരി, സജോ ദേവസ്യാണ് വിശദാംശങ്ങൾ നൽകിയത്.